ഹലോ എവരിവൺ, ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ്. സോ +1 മാത്സിലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, എന്താണ് റിലേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് കാര്യങ്ങൾ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ഒന്നുകൂടി ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. ആൻഡ് വീഡിയോസ് എല്ലാം നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി കുറച്ച് റിലേഷൻസ് എന്താണ് റിലേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഞാനിവിടെ കുറച്ച് റിലേഷൻസ് കൊടുക്കുകയാണ്. എൻ്റെ ആദ്യത്തെ റിലേഷൻ ഞാൻ 2-1, 3-1 ആൻഡ് 4-2 ഇങ്ങനെ ഒരു റിലേഷൻ ഞാൻ എടുത്തു. ഓക്കെ, ആൻഡ് അടുത്ത റിലേഷൻ ഞാൻ എടുക്കുന്നത് 2-2 ആൻഡ് 2-4, 3-3 ആൻഡ് 4-4. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഞാൻ റിലേഷൻ എടുക്കുന്നു, ഓർഡർ പെയർ ആക്കിയിട്ടാണ് എഴുതുന്നത്. അടുത്ത റിലേഷൻ 1-2, 2-3 ആൻഡ് 3-4 ആൻഡ് 4-5 ആൻഡ് 5-6 ആൻഡ് 6-7. ഇതാണ് എൻ്റെ അടുത്തൊരു റിലേഷൻ. ഓക്കെ, അപ്പം ഞാനിതൊന്ന് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ റിലേഷൻ ഞാൻ എങ്ങനെ, നമുക്കറിയാം ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് ഒരു റേഞ്ച് അല്ലെങ്കിൽ ഒരു ഡൊമൈൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ ഡൊമൈൻ ഏതൊക്കെയാണ്? 2, 3, 4 ആണ് എൻ്റെ ഡൊമൈൻ വരുന്നത് അല്ലേ. ആൻഡ് എൻ്റെ റേഞ്ച് ഏതാണ്? 1 and 2 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് റിലേഷൻ എങ്ങനെ മാപ്പ് ചെയ്യാം? ഞാൻ 2-നെ 1-ലേക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തോടെ പെയർ 2-നെ 1-ലേക്കാണ്, ആൻഡ് 3-നെ 1-ലേക്ക് മാപ്പ് ചെയ്യുന്നു, ആൻഡ് 4-നെ 2-ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണ്? അടുത്ത റിലേഷൻ വരുന്നത് ഡൊമൈനിൽ ഏതൊക്കെയാണ് എലമെന്റ്സ് വരുന്നത്? 2, 3, 4 ആണല്ലേ. 2, 3, 4 ആൻഡ് റേഞ്ചിലും വരുന്നത് 2, 3, 4 തന്നെയാണ്. ആൻഡ് 2-നെ 2-ലേക്ക് മാപ്പ് ചെയ്യുന്നു, ആൻഡ് 2-നെ 4-ലേക്ക് മാപ്പ് ചെയ്യുന്നു. 3-യെ 3-നോടും അതേപോലെ 4-നെ 4-നോടും ഞാൻ മാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ റിലേഷൻ വരുന്നത് അവിടെ റേഞ്ച് സെറ്റിൽ 2 മുതൽ 7 വരെയും ആൻഡ് ഡൊമൈൻ സെറ്റിൽ 1 മുതൽ 6 വരെയുമാണ് എലമെന്റ്സ് വരുന്നത്. ഓക്കെ, 1, 2, 3, 4, 5, 6 ആൻഡ് 2, 3, 4, 5, 6, 7. ഓക്കെ, മാപ്പിംഗ് വരുന്നത് 1, 2-ലേക്കാണ്, 2, 3, 3, 4 ആൻഡ് 4, 5, 5, 6 ആൻഡ് 6, 7-ലേക്കാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ അപ്പോൾ നിങ്ങളിവിടെ നോക്കേണ്ട ഒരു കാര്യം, ഈ 3ഉം ഞാൻ തന്നിട്ടുള്ളത് റിലേഷൻസ് തന്നെയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസങ്ങൾ കാണാം. ഇവിടെ 2-ന് ഒരു എലമെൻ്റാണ് റേഞ്ചിലുള്ളത്, അതേപോലെ 3-നും ഞാൻ മാപ്പ് ചെയ്യുന്നത് 1-ലേക്കാണ്. 3-നും അവിടെ റേഞ്ചിൽ ഒറ്റൊരാളേ ഉള്ളൂ. അതേപോലെ 4-ന് നോക്കുന്ന സമയത്തും 4-ന് 2ആയിട്ടാണ് ഞാൻ മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിലേഷനിൽ എല്ലാ ഡൊമൈൻ സെറ്റിൽ വരുന്ന എല്ലാ എലമെന്റ്സിനും ഒറ്റൊരാളെ റേഞ്ച് സെറ്റിൽ കണക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളൂ. ആൻഡ് രണ്ടാമത്തെ റിലേഷൻ നോക്കുന്ന സമയത്ത് ആദ്യത്തെ എലമെന്റ് 2ആണ്. ആ 2-ന് 2 ആളുമായിട്ടാണ് എന്ത് കണക്ഷൻ വരുന്നത്. 2ഉം 4-ലേക്കും ആ മാപ്പിംഗ് പോകുന്നുണ്ട് അല്ലെ. ആ റിലേഷൻ 2-നോടും ഉണ്ട്, 4-നോടും ഉണ്ട്. 2-ന് 2-നോടും 4-നോടും റിലേഷൻ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് 3-ന് 3-നോടാണ്, 4-ന് 4-നോടാണ്. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും, മൂന്നാമത്തെ റിലേഷനിലെ ഡൊമൈനിൽ വരുന്ന എല്ലാ എലമെന്റ്സിനും റേഞ്ച് സെറ്റിൽ ഒറ്റൊരു എലമെന്റുമായിട്ടാണ് കണക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു വ്യത്യാസമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, സെക്കൻഡ് റിലേഷനിൽ വരുന്ന 2 എന്ന് പറയുന്ന ഡൊമൈൻ സെറ്റിലുള്ള എലമെന്റിന് 2 എലമെന്റുമായിട്ട്, റേഞ്ചിലുള്ള 2 എലമെന്റുമായിട്ടാണ് കണക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു 1, 2, 3 എന്ന് പറയുന്നത് 3ഉം എന്താണ് റിലേഷൻസ് ആണ്. ഞാൻ അവിടെ ഒരു വ്യത്യാസം വന്നത് 2 എന്ന് പറയുന്ന റിലേഷനിൽ മാത്രമാണ് അവിടെ ഒരു എലമെന്റിന് 2 എലമെന്റുമായിട്ട് കണക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ റിലേഷൻസിൽ നിന്ന് മാറി പുതിയൊരു ടോപ്പിക്കിലേക്ക് മാറാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. എന്താണ് ഫങ്ഷൻസ്? ഒരു റിലേഷൻ തന്നെയാണ് എന്ത് ഫംഗ്ഷൻ? എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി. ഒരു സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലേക്കുള്ള റിലേഷൻ ആണ് ഈ സെറ്റ് ടു ബി എ ഫംഗ്ഷൻ. അതൊരു ഫംഗ്ഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് എവറി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് 1 and only 1 ഇമേജ് ഇൻ സെറ്റ് ബി. എ എന്ന് പറയുന്ന എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻ പോകുന്നതെങ്കിൽ എയിലുള്ള ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് ബിയിൽ ഒരേ ഒരു ഇമേജേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇമേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ വേർഡാണ് അല്ലേ. നമ്മൾ റേഞ്ച് സെറ്റ് എന്ന് പറയാം. ഓക്കെ, ഇമേജ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളെ റേഞ്ച് സെറ്റ് തന്നെയാണ്. ഓക്കെ, ഞാൻ ഒരാളെ മിററിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഇമേജ് കിട്ടുമല്ലോ. അതായത് ഇവിടെയുള്ള ഒരു എലമെന്റിന് ഇവിടത്തേക്ക് ഒരു കണക്ഷൻ വരിക. ഓക്കെ, ഇവിടെ 1-നെ ഞാൻ 2-ലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ 1-ന്റെ ഇമേജ് ആണ് എന്ത് 2, അത് ഓർത്ത് വെക്കാം. അപ്പം സെറ്റ് എയിലുള്ള ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും സെറ്റ് ബിയിൽ ഒരു ഇമേജേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് ഇവിടെ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമ്മൾ ഒരു എഫ്, ഇതാണ് ഫംഗ്ഷൻ. എഫിനെ ഫംഗ്ഷനെ നമ്മൾ എഫ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്. ആൻഡ് എഫ് ഫ്രം
നമ്മൾ സാധാരണ എഫ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി എന്നുള്ളത് നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാം, എഫ് ഫ്രം എന്നുള്ളതിന് നമ്മൾ ഒരു കോളൻ ഇടാണ്, ആൻഡ് എഫ് ഫ്രം എ ടു ബി, എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്ന് ബിയിലേക്ക് എന്നുള്ളത് കാണിക്കാനാണ് എ ഡയറക്ഷൻ ഇട്ടിട്ട് ബിയിലേക്ക്. ഓക്കെ, അപ്പോൾ എഫ് ഫ്രം എ ടു ബി ഇതാണ് ഫംഗ്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കുകയാണ്. എഫ് ഫ്രം എൻ ടു എൻ, ഇവിടെ എൻ എന്ന് പറയുന്നത് എൻ്റെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ്, ഓക്കെ എന്താ ഇത് വായിക്കുക, എഫ് ഓഫ് എക്സ്, എക്സ് ആണെന്ത് എൻ്റെ ഡൊമെയിൻ സെറ്റിലെ എലമെൻറ്റ്സ്. എക്സിന് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഡൊമെയിൻ സെറ്റിലുള്ള എലമെൻറ്റ്സ് ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സിനെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് 2x+1 ആണ്. നമ്മൾ y = 2x+1 എന്നൊക്കെ പറഞ്ഞാണ് റിലേഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ y തന്നെയാണ് എന്ത്, എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് നമ്മളത് ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റിലേഷൻ തന്നെയാണ് ഫംഗ്ഷൻ. പക്ഷേ ഫംഗ്ഷനിലെ ഒരു കണ്ടീഷൻ എന്താണ് വരുന്നത്, ഒരു ഡൊമെയിനിലെ ഒരു എലമെന്റിന് ഒറ്റ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് = 2x+1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. ഫ്രം എവിടെ നിന്ന് എവിടേക്ക്, നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് നാച്ചുറൽ നമ്പറിന്റെ സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഫ് ഓഫ് 1 കാണാലോ. നാച്ചുറൽ നമ്പേഴ്സ് 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എഫ് ഓഫ് 1 എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. 2 × 1 + 1 3 ആണ്. ആൻഡ് എഫ് ഓഫ് 2 എങ്ങനെ കാണും, 2 × 2 2x+1 ആണ്. അപ്പോൾ എക്സിന്റെ സ്ഥാനത്താണ് നമ്മൾ 2 കൊടുക്കേണ്ടത്. 2 × 2 + 1 വരും. 2 × 2 4 + 1 5. ആൻഡ് എഫ് ഓഫ് 3 എന്ത് വരും, 2 × 3 + 1 അഥവാ 7 വരും. 2 × 3 6 + 1 7. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫംഗ്ഷൻസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്, ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് കുറച്ച് ടൈപ്സ് ഓഫ്, അതായത് അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ആണ്. അതായത് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യമായി വരുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. അതായത് നമ്മൾ കുറച്ച് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. ആൻഡ് എന്താണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ? ഓക്കെ, ആദ്യമായിട്ട് വരുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഫംഗ്ഷൻ ഞാൻ എഫ് എന്ന് എഴുതാണ്. ഓക്കെ, ഐഡന്റിറ്റി ഫംഗ്ഷൻ നമ്മൾ എല്ലാ ഫംഗ്ഷൻസും ഇപ്പോൾ പറയാൻ പോകുന്ന എല്ലാ ഫംഗ്ഷൻസും ഫ്രം റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്കാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ അതിനെ എഫ് ഫ്രം ആർ ടു ആർ എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആറിൽ നിന്ന് ആറിലേക്കാണ്. ആർ ഇവിടെ എന്താണ്, റിയൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. ഓക്കെ, ആൻഡ് ഐഡന്റിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. എന്താണ്, എഫ് ഓഫ് എക്സ് = എക്സ്. അതായത് ഞാൻ എക്സ് ഏത് വാല്യൂ എടുക്കുന്നോ അതിനെ അതിലേക്ക് തന്നെ റിലേറ്റ് ചെയ്യാം. അതാണ് എന്ത്, ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ഗ്രാഫിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കിയാലോ. ഒന്നുമില്ല, ഞാനിപ്പം അതിന് മുമ്പ് എഫ് ഓഫ് 1 ഞാൻ എടുത്തു. എഫ് ഓഫ് 1 എങ്ങോട്ട് പോകും, 1ലേക്ക് പോകും. ആൻഡ് എഫ് ഓഫ് 2 എടുത്താലോ അതും 2ലേക്ക് പോകും. അല്ലേ, എക്സ് എന്താണോ അത് തന്നെയാണ് അതിൻ്റെ മാപ്പിങ്ങും വരുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ എഫ് ഓഫ് 0 എടുത്താലോ അത് 0ലേക്ക് പോകും. ആൻഡ് എഫ് ഓഫ് -1 എടുത്താലോ അത് -1ലേക്ക് പോകും. ആൻഡ് എഫ് ഓഫ് -2 എടുത്താലോ അത് -2ലേക്ക് പോകും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഞാനിതൊന്ന് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഇതാണ് എൻ്റെ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്, ഓർത്ത് വെക്കുക. എക്സും വൈ ആക്സിസും ആണ് ഇത്. ആൻഡ് ഇതാണ് എൻ്റെ 1, ഇത് 2 ആൻഡ് ഇത് 3. ഇത് -1 -2 -3. അതേപോലെ വൈ ആക്സിസിൽ 1 2 -1 -2. ഓക്കെ, 1 2 3 1 -2 -3 1 2 -1 -2. 1നെ ഞാൻ 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 1ന് നേരെ ഇത് എക്സ് ആക്സിസ്, എക്സിലെ 1 എടുക്കുമ്പോൾ വൈയിൽ 1 വരുന്നു. ആൻഡ് എക്സിൽ 2 എടുക്കുമ്പോൾ വൈയിൽ 2 വരുന്നു. ആൻഡ് എക്സിൽ 3 എടുക്കുമ്പോൾ വൈയിൽ 3 വരുന്നു. ഓക്കെ, എക്സിൽ -1 എടുക്കുമ്പോൾ ഇതാണ് എക്സ് ആക്സിസ്, എക്സിൽ -1 എടുക്കുമ്പോൾ വൈ ആക്സിസിൽ -1 -2ന് -2. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ ഒരു വരെയാണ് പോകുന്നത് അല്ലേ. ക്ലിയർ ആണല്ലോ. അപ്പം ഇതാണ് എൻ്റെ എഫ് ഓഫ് എക്സ് = എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അഥവാ ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാലും, ആർ എന്ന് പറയുന്ന ഡൊമൈൻ സെറ്റിലെ ഏതൊരു വാല്യൂ എടുത്താലും അതിനെ ആ എലമെന്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തത് എൻ്റെ ഒന്നാമത്തെ ടൈപ്പാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് രണ്ടാമത് വരുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. എന്താണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്താണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ? കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താ, ഒരിക്കലും മാറാത്ത, അതായത് വ്യത്യാസം വരാത്തൊരു സംഖ്യ എന്നുള്ള അർത്ഥത്തിലാണ് കോൺസ്റ്റന്റ്. ഓക്കെ, ഞാൻ ഇവിടെ വീണ്ടും പറയാണ്, ഞാൻ എഫ് എടുക്കുന്നത് ആറിൽ നിന്ന് ആറിലേക്ക് തന്നെയാണ്. ഓക്കെ, ഞാൻ ഡിഫൈൻ ചെയ്യുന്നു എഫ് ഓഫ് എക്സ് അഥവാ എനിക്ക് വൈ, ഞാൻ എഫ് ഓഫ് എക്സ് അടയാളപ്പെടുത്തുന്നത് വൈ ആക്സിസിലാണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് = വൈ എന്ന് ഞാൻ പറയാം. ഓക്കെ, നമ്മൾ റിലേഷൻസിലും വൈ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ എഫ് ഓഫ് എക്സ് അഥവാ വൈ എന്ന് പറയുന്നത് സി ആണ്, സം സി
ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ്, അത് ഏതെങ്കിലും ഒരു വാല്യൂ ആവാം. ഓക്കെ, അപ്പം ഞാൻ നോക്കാം നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഗ്രാഫിക്കലി ഒന്ന് നോക്കിക്കേ. ഇതാണ് എൻ്റെ എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഓക്കെ, എക്സ് ആണ് ആൻഡ് വൈ ആണ്. ആൻഡ് വൈയിൽ ഏതോ ഒരു സി, ഇതാണ് സി, ഇവിടെ 1 ഉണ്ട് 2 ഉണ്ട് അങ്ങനെ ഉണ്ട്. അതിലിപ്പോൾ അറിയാത്ത ഏതോ ഒരു നമ്പർ സി ചിലപ്പോൾ 6 ആവാം, അല്ലെങ്കിൽ ഒരു 10 ആവാം, ഏത് വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഞാൻ സി എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്താണത്. ഓക്കെ, അപ്പം ഞാൻ f(1) എടുത്തു കഴിഞ്ഞാലും സി ആണ്, f(0) എടുത്തു കഴിഞ്ഞാലും അത് സി തന്നെയാണ്, f(-1) എടുത്തു കഴിഞ്ഞാലും അത് സി തന്നെയാണ്. അപ്പം എക്സ് ആക്സിസിലെ ഏത് വാല്യൂസ് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഫംഗ്ഷൻ ഔട്ട്പുട്ട് തരുന്നത്, എനിക്ക് പുറത്തേക്ക് വരുന്നത് എന്താണ്? സി തന്നെയാണ്. അപ്പം അതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എവിടെയും ചേഞ്ച് വരുന്നില്ല, എപ്പോഴും എന്താണ്? ഫംഗ്ഷൻ വാല്യൂ സി തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ f(x) അഥവാ y = c എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ പറഞ്ഞു, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പറഞ്ഞു. ഇനി അടുത്തൊരു ടോപ്പിക്, ഇനി അടുത്തൊരു ഫംഗ്ഷൻ നോക്കിക്കേ. നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് പറയാൻ പോകുന്നത്. പോളിനോമിയൽസ് എന്താണ്? പോളിനോമിയൽസ് എന്ന് ഓർക്കുന്നുണ്ടോ? പോളിനോമിയൽ ഫംഗ്ഷൻസ്. ഓക്കെ, പോളിനോമിയൽസ് നമ്മൾ f(x) = y, അതിനെ പോളിനോമിയൽ ഞാൻ ഇതാ എഴുതാണ് a0 + a1x + a2x² അങ്ങനെ a3x³ അങ്ങനെ 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 എഴുതി anxn. ഈ n എന്ന് പറയുന്ന വാല്യൂ എവിടെ വരണം? പോസിറ്റീവ് ഇൻറ്റീജറിൽ വരണം. അഥവാ എന്നും എന്നിൻ്റെ കൂടെ ഏത് വരണം? എന്നിൻ്റെ കൂടെ 0 എന്ന് പറയുന്ന സെറ്റ് കൂടെ വരണം. n നാച്ചുറൽ നമ്പേഴ്സ് പ്ലസ് 0 എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടി ചേർന്നാലാണ് എന്ത്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് വരുന്നത്. ഓക്കെ, ഈ n എവിടെയുള്ള ആളായിരിക്കണം? പോസിറ്റീവ് ഇൻറ്റീജേഴ്സിലുള്ള എലമെന്റ് ആയിരിക്കണം. ആൻഡ് വേറൊരു കാര്യം, പോളിനോമിയൽസ് നോക്കേണ്ടത് a0, a1, a2 അപ് ടു an എന്ന് പറയുന്ന വാല്യൂസ്, ഈ ഒരു സെറ്റ് എവിടെ ആയിരിക്കണം? ബിലോങ്സ് ടു R ആയിരിക്കണം. കാരണം നമ്മൾ പറയുന്ന ഫംഗ്ഷൻ, നമ്മളെ ഫംഗ്ഷൻ f ഫ്രം R to R ആണ്. ഓക്കെ, ഓർത്തിരിക്കുക, നമ്മൾ എല്ലാ ഫംഗ്ഷൻസും പറയുന്നത് ആറിൽ നിന്ന് ആറിലേക്കാണ്. ഇത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പം f(x) = y എന്താണ്? a0 + a1x + a2x² അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു n വാല്യൂ വരെ anx⁴n വരെ പോകുന്ന ഫംഗ്ഷൻസ് ആണ് പോളിനോമിയൽ ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 2 എക്സാമ്പിൾസ് ആണ് നോക്കാനുള്ളത്. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ വരുന്നത് f(x) = x² എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, നമ്മൾ f(1) കണ്ടാൽ അത് എന്ത് വരും? 1 വരും. ആൻഡ് f(-1) സ്ക്വയർ അതും 1 തന്നെയാണ് അല്ലേ? ആൻഡ് f(2) എടുത്തു കഴിഞ്ഞാലോ 4 ആണ്, 2² 4 ആണ്. ആൻഡ് f(-2) എടുത്തു കഴിഞ്ഞാലോ -2ന്റെ സ്ക്വയറും 4 തന്നെയാണ്. ആൻഡ് f(0) എടുത്തു കഴിഞ്ഞാൽ അത് 0 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരും എന്ന് നോക്കിക്കേ. 1 മിനിറ്റ്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ എക്സ് ആക്സിസ് ആൻഡ് ഇതാണ് എൻ്റെ വൈ ആക്സിസ്. ഞാൻ ഇത് 1 ആൻഡ് ഇത് 2, 3 അങ്ങനെ എടുത്തു. ആൻഡ് ഇത് -1, -2 ആൻഡ് -3. നമ്മൾ സ്ക്വയേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഏതൊരു സംഖ്യയുടെ, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ? അപ്പം എനിക്ക് പോസിറ്റീവ് വൈ ആക്സിസ് മാത്രം മതി. നമ്മളെ എക്സ് ആക്സിസ് ആണ് ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് 1, 2, 3, 0, -1, -2, -3 ഇതാണ് നമ്മുടെ ഇൻപുട്ട് വരുന്നത്. ആൻഡ് ഔട്ട്പുട്ട് വരുന്നത് വൈ ആക്സിസിലാണ്. അത് 0 മുതൽ 1, 2 and 3, 4 അങ്ങനെ പോകുന്നതാണ് വാല്യൂസ്. ഓക്കെ, 4, 5 അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ 1നെ വാല്യൂ മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? 1ലേക്ക് തന്നെയാണ് അല്ലേ? -1നെയും 1ലേക്കാണ്. 2നെ മാപ്പ് ചെയ്യുന്നതോ 4ലേക്കാണ്. -2നെയും മാപ്പ് ചെയ്യുന്നത് 4ലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാഫ് കാണാം. ഓക്കെ, ചെറിയൊരു ബെൻഡിങ്ങോട് കൂടെ, അതായത് ഒരു യു എഴുതിയ പോലെയുള്ള ഗ്രാഫാണെന്ത് f(x) = x² എന്ന് പറയുന്ന ഒരു ഗ്രാഫ് വരുന്നത്. ഓക്കെ, അപ്പം ഇതും ഓർത്ത് വെക്കുക. ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡയഗ്രാം ഞാൻ സൈഡിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അത് നോക്കുക. ആൻഡ് അടുത്തൊരു ഫംഗ്ഷൻ വരുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് f(x) = x³ എന്ന് പറയുന്ന ഗ്രാഫാണ്. നോക്കാം, f(x) = x³. നോക്കിക്കേ, f(x) = x³ ഒന്നുമില്ല, സാധാരണ കണ്ട പോലെ f(1) കാണാം. f(1) എന്താണ്? 1 തന്നെയാണ്. f(-1) എന്താണ്? ക്യൂബിക് വാല്യൂ കാണുന്നത് -1 × -1 1. വീണ്ടും -1 കൊണ്ട് ഗുണിക്കുമ്പോൾ അതെന്തായി? -1 ആയി. ആൻഡ് f(2) എന്താണ്? 8 ആണ്. f(-2) എന്താണ്? -8 ആണ്. ആൻഡ് f(0) എന്താണ്? 0 ആണ്. ആൻഡ് ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാലോ. ഓക്കെ അല്ലേ? ഇത് എക്സ് ആക്സിസ് ആണ്, ഇതെൻ്റെ വൈ ആക്സിസ് ആണ്. ഓക്കെ, എക്സ് ഇത് വൈ. ആൻഡ്
1നെ ഞാൻ 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്, -1നെ -1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് വരും. ആൻഡ് 2നെ മാപ്പ് ചെയ്യുന്നത് 8ലേക്കാണ്. എക്സ് ആക്സിൽ വൈ ആക്സിൽ 8 ഏകദേശം ഇവിടെയാണെന്ന് വിചാരിക്കാം. 8 അവിടെ വന്നു. ആൻഡ് അതേപോലെ -2നെ മാപ്പ് ചെയ്യുന്നത് -8ലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഓക്കെ, ഞാനിതാ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഓക്കെ, ക്ലിയർ ആണോ? അവിടെ 2-3 ലൈൻ ആയിട്ടാണുള്ളത്, പക്ഷേ നോക്കേണ്ട ഒറ്റ ലൈൻ ആയിട്ടാണ് ഗ്രാഫ് വരിക. ഓക്കെ, അപ്പം f(x = x³ എന്ന് പറയുന്ന ഒരു ഗ്രാഫും കിട്ടിക്കഴിഞ്ഞു. ഇതിന്റെ കറക്റ്റ് ഞാൻ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ടെക്സ്റ്റിലുള്ള അതേ ഡയഗ്രാം നിങ്ങൾക്ക് സൈഡിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഗ്രാഫുകളാണ് പറഞ്ഞിട്ടുള്ളത്? ഐഡന്റിറ്റി ഫംഗ്ഷൻ പറഞ്ഞു, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പറഞ്ഞു, അതേപോലെ പോളിനോമിയൽ ഫംഗ്ഷൻ പറഞ്ഞു. പോളിനോമിയൽ തന്നെ x²ന്റെയും x³ൻ്റെതും. ഇത് ഓർത്ത് വെക്കുക. ഗ്രാഫുകൾ നിർബന്ധമായിട്ടും മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണ്? ഇവിടെ വരെയുള്ളത് ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ഫംഗ്ഷൻ വരാൻ പോകുന്നത് റേഷണൽ ഫംഗ്ഷൻ ആണ്. എന്താണ് റേഷണൽ? റേഷണൽ നമ്പേഴ്സ് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? p/q ഫോർമാറ്റിൽ വരുന്നതാണത് റേഷണൽ നമ്പേഴ്സ് അല്ലേ? റേഷണൽ ഫംഗ്ഷൻസ് ആണ് നമുക്ക് അടുത്തത്. ഓക്കെ, റേഷണൽ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫംഗ്ഷൻസ് f(x/g(x) എന്നുള്ള ഫോർമാറ്റിലായിരിക്കണം. ആൻഡ് കണ്ടീഷൻ ഉണ്ട്, g(x) ഒരിക്കലും എന്താവരുത്? 0 ആവരുത്. നമ്മളൊരു വാല്യൂ എടുക്കുകയാണെങ്കിലും എന്തെടുക്കുകയാണെങ്കിലും ഒരു 0 കൊണ്ടൊരു സംഖ്യയോ ഒരു ഫംഗ്ഷനെയോ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ g(x) എപ്പോഴും എന്തായിരിക്കരുത്? 0 ആയിരിക്കരുത്. അങ്ങനത്തെ റേഷണൽ നമ്പേഴ്സ് ആണെന്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ റേഷണൽ ഫംഗ്ഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. f(x)/g(x) ആണ്. ആൻഡ് എപ്പോഴും പറയുന്ന പോലെ തന്നെ f ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാണ്? R to R ആണ്. ഓർത്ത് വെക്കുക, റിയൽ നമ്പേഴ്സ് നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് തന്നെയാണ് ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് വരുന്ന എക്സാമ്പിൾ f(x = 1/x) എന്ന് പറയുന്ന ഗ്രാഫാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ f(x) റിയൽ നമ്പേഴ്സ് ആണ്. സോ ഈ ഗ്രാഫ് നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റേഷണൽ വാല്യൂസ് കൂടി ഉൾപ്പെടുത്താണ്. f(x)ൽ f(0) എങ്ങോട്ടാണ് പോവുക? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? x 0 കൊടുത്തു കഴിഞ്ഞാൽ 1/0 എന്നുള്ള ഫോർമാറ്റാണ് വരിക. അപ്പം അത് പോസിബിൾ ആണോ? സോ അത് അവിടെ വേണ്ട. അപ്പോൾ നമ്മൾ f(1) കാണുന്നു, അത് 1 ആണ്. f(-1) കാണുന്നു, അത് -1 ആണ്. ആൻഡ് f(1/2) കാണുന്നു, അത് 2ലേക്കാണ് പോകുന്നത്. ആൻഡ് f(-1/2) പോകുന്നതോ -2ലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്രാക്ഷൻസ് കൂടി വരുന്നതിനനുസരിച്ച് ഇപ്പോൾ 1/4 ആണെങ്കിൽ f(1/4) എങ്ങോട്ട് പോകും? 1/1/4ലേക്കാണ് പോവുക. 1/1/4 എന്ന് പറയുമ്പോൾ അത് 4ലേക്ക് പോയി. അപ്പോൾ വാല്യൂസ് ഇങ്ങനെ 0നോട് അടുത്തേക്ക് വരുന്ന സമയത്ത് ഫംഗ്ഷൻ വാല്യൂ f(0) അടുത്ത് കിടക്കുന്ന വാല്യൂ എങ്ങോട്ട് പോകും? കുറേ വലിയ നമ്പറിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് നോക്കിക്കേ, ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് ഈ ഒരു ഷേപ്പിലാണ്. ഓക്കെ, ഇതിൻ്റെ x ആക്സിസ് ആണ്, ഇത് y ആക്സിസ് ആണ്. ആൻഡ് ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. ഇതൊരിക്കലും 0ൽ ടച്ച് ചെയ്യില്ല. കാരണം എന്താ? 0 ഒരിക്കലും എത്തില്ല. ഓക്കെ, ആൻഡ് 0ൽ ഇത് ഡിഫൈൻഡുമല്ല. നമുക്ക് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 0ൽ, ഈ 0ക്ക് നേരെ ഞാൻ ഈ 0 എന്ന് പറയുന്ന ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് എവിടെയാണ് എത്തുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ഈ ലൈന് തൊടാതെ x ആക്സിസ് എത്രത്തോളം ദൂരം പോകുന്നുണ്ടോ അത്രത്തോളം ദൂരം ഇത് ലൈൻ ഇങ്ങനെ തൊടാതെ നീണ്ടു പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ 1/x എന്ന് പറയുന്ന ഗ്രാഫ്. ഇതൊരു റേഷണൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പം അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. 5ാമത്തെ ഫംഗ്ഷനാണ്. 5ാമത് വരുന്നത് മോഡുലസ് ഫംഗ്ഷൻ ആണ്. എന്താണ് മോഡുലസ് ഫംഗ്ഷൻ? ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. ആൻഡ് ഇത് ആവശ്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ f from R to R തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് f(x) എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് mod(x). 2 ബാറിന് നടുവിൽ x mod (x) ആണ് എൻ്റെ ഫംഗ്ഷൻ. ആൻഡ് x ബിലോങ്സ് ടു എവിടെയാണ്? ആറിലാണ്. ഓക്കെ, x എവിടെ ഉള്ള ആളായിരിക്കണം? ആറിലായിരിക്കണം. കാരണം എൻ്റെ ഡൊമൈൻ ആറിന്ന് ആണ് പോകുന്നത്. ആറിന്ന് ആറിലേക്ക് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഈ f(x)നെ ഞാൻ വേറൊരു തരത്തിൽ എഴുതാണ്. mod(x)ന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാലോ. mod(x) എന്താണ്? ഞാൻ ഏതൊരു സംഖ്യ ഈ മോഡിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് എന്ത് വരും? പോസിറ്റീവ് നമ്പേഴ്സ് വരും. -2ൻ്റെ മോഡ് എടുത്തു കഴിഞ്ഞാലും അത് 2 ആണ്. 2ൻ്റെ മോഡ് എടുത്തു കഴിഞ്ഞാലും അത് 2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം വെച്ച് നിങ്ങൾക്ക് ഈ ഗ്രാഫിന്, ഈ ഒരു ഫംഗ്ഷന് നിങ്ങൾ വേറൊരു തരത്തിൽ എഴുതാം. f(x) x തന്നെയാണ്. എപ്പോൾ? x > 0 ആവുന്ന സമയത്ത്. നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് അതേ സംഖ്യ തന്നെയാണ് കിട്ടുക. ആൻഡ് നമ്മൾ x-നേക്കാളും 0-നേക്കാളും ചെറിയ നമ്പേഴ്സാണ് എടുക്കുന്നത്, -2 ആണ് എടുക്കുന്നതെങ്കിൽ, മോഡിനുള്ളിൽ -2 ആണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് 2 ആണ് കിട്ടുക. അതായത് -2 ആണ് കിട്ടുക അല്ലേ? അപ്പോൾ ഈ -2 എന്താണ്? x-നേക്കാളും ചെറുതാണ്. ആൻഡ് ഇതാണ് എൻ്റെ x എങ്കിൽ -x ആണ് എന്ത്? x-നേക്കാൾ ചെറുതാവുന്ന സമയത്ത് ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആൻഡ് x =
സീറോ ആവുന്ന സമയത്തും സീറോ തന്നെയാണ്. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്നുള്ള സമയത്ത് എക്സ് തന്നെ, ആൻഡ് എക്സ് ലെസ് ദാൻ സീറോ ആവുന്ന സമയത്ത് അത് -x ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരും നോക്കിക്കേ. ഇതാണ് എൻ്റെ എക്സ് ആൻഡ് വൈ ആക്സിസുകൾ. ആൻഡ് ഗ്രാഫ് വരുന്നത് ഞാൻ f(1) കൊടുത്തു. f(1) 1 തന്നെയാണ്, f(-1) 1 ആണ്, f(2) എടുത്താലും അത് 2 ആണ്, ആൻഡ് f(-2) എടുത്താലും അത് 2 ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഗ്രാഫ് വരുന്നത് 1ന് ഇങ്ങനെ വരും. ആൻഡ് നമ്മൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എടുത്തിരുന്നു f(x) = x. ഓക്കെ, അത് 0 വരെ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ആൻഡ് മറ്റതിൽ, അതായത് അതിൻ്റെ തൊട്ടടുത്തതിൽ എങ്ങനെയാണ് വരുന്നത്, നേരെ ഓപ്പോസിറ്റ് വരും. അതായത് പോസിറ്റീവ് സൈഡിലേക്ക് ഈ ഗ്രാഫ് മറിയണം. സോ ഇതാണ് എൻ്റെ ഗ്രാഫ് വരുന്നത്, f(x) = |x). ഓക്കെ, ഇതിൻ്റെ വാല്യൂഡ് ആയിട്ടുള്ള ഗ്രാഫ് ഞാൻ സൈഡിൽ കൊടുക്കാം. ഏകദേശം ഷേപ്പ് ഇങ്ങനെയാണ് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൻഡ് അടുത്തൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് വരുന്നത് സിഗ്നം ഫംഗ്ഷൻ ആണ്. എന്താണ് സിഗ്നം ഫംഗ്ഷൻ? നമ്മൾ 6ാമത്തെ ഫംഗ്ഷനാണ് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻ എഫ് എന്ന് ഞാൻ വിളിക്കുന്നു, ബുദ്ധിമുട്ടില്ലല്ലോ. f from R to R തന്നെ, വീണ്ടും വീണ്ടും പറയുന്നു, f from R to R ആണ്. ആൻഡ് f(x) ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 1 if x greater than 0 and 0 if x equal to 0 and -1 if x less than 0. ഓക്കെ, ഒന്നുകൂടി പറയാണ്, x greater than 0 ആണെങ്കിൽ അത് 1 ആണ്, x equal to 0 ആണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്, ആൻഡ് x ലെസ് ദാൻ 0 ആണെങ്കിൽ അത് -1 ആണ്. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫ് നോക്കിയാലോ. ഇതാണ് എൻ്റെ y ആക്സിസ് ആൻഡ് ഇതാണ് എൻ്റെ x ആക്സിസ്. ഓക്കെ, ഞാൻ x ഗ്രേറ്റർ ദാൻ 0 എടുക്കുകയാണ്. അതിന് മുമ്പ് x = 0 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ വാല്യൂ എന്താണ്? 0 തന്നെയാണ്. ഓക്കെ, x 0 ആവുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. ഓക്കെ, ഇനി 0 കഴിഞ്ഞ് തൊട്ടടുത്ത് 0.1 ഉണ്ട്. എനിക്കിവിടെ അടയാളപ്പെടുത്താൻ പറ്റുന്നില്ല. 0.1 0.0001 ഉണ്ട്. അപ്പോൾ ഞാൻ 0.0001 എടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷൻ വാല്യൂ എത്രയാണ് വരുന്നത്? 1 ആണ്. 0ൻ്റെ തൊട്ട് മുകളിലുള്ള ഏത് സംഖ്യ എടുത്തു കഴിഞ്ഞാലും അത് 1 ആയിരിക്കും. അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള 1ലേക്കാണ് മാപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു കണ്ടീഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1, ഇതാണ് എൻ്റെ 1 എന്ന് വിചാരിക്കാം, ആൻഡ് ഇതാണ് 2, അങ്ങനെ പോകുന്നു x ആക്സിസ്, ആൻഡ് ഇത് y ആക്സിസ്, ആൻഡ് ഇത് -2 അങ്ങനെ പോകുന്നു. ഇത് y ആക്സിസ് ആണ്, ആൻഡ് ഇത് x ആക്സിസ്. ഓക്കെ, എൻ്റെ y ആക്സിസ്. സോ 1ൽ ഞാനിവിടെ ഡോട്ട് ഇടാൻ പോവാണ്. ഓക്കെ, ഇവിടെ ഒരു ഹോൾ ഇട്ട് ചെയ്യാണ്, കാരണം എൻ്റെ 0ൻ്റെ വാല്യൂ 0 തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഹോൾ ഇട്ടത്. ആൻഡ് ബാക്കി വരുന്ന വാല്യൂസ് x ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ വാല്യൂ 1 ആണ്. അതേപോലെ തന്നെ x 0 ആവുന്ന സമയത്ത് 0 ആണ്. സോ എനിക്ക് ഇവിടെ ഈ -1ന് ഞാൻ ഹോൾ കൊടുക്കുകയാണ്. ആൻഡ് -1 എപ്പോൾ വരും? x ലെസ് ദാൻ 0 ആവുന്ന സമയത്ത്. ഈ ഡയറക്ഷനിലേക്ക് പോകുന്ന സമയത്ത് x കുറഞ്ഞു പോവാണ്. -0.001 വരാം, ആൻഡ് -1 -2 അങ്ങനെ കുറഞ്ഞു പോവാണ് നമ്പേഴ്സ്. സോ ആ ടൈമിൽ ഫംഗ്ഷൻ വാല്യൂ വരുന്നത് -1 ആണ്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, ഈ ഒരു ഡോട്ടും അതേപോലെ ഈ ഹോള് തൊട്ട് പോകുന്ന ഒരു കോൺസ്റ്റന്റ് ലൈൻ 1ലൂടെ, ആൻഡ് ഈ ഹോള് തൊട്ട് പോകുന്ന -1ലൂടെ പോകുന്ന ഒരു കോൺസ്റ്റന്റ് ലൈൻ. ഓക്കെ, ഇതാണ് എൻ്റെ സിഗ്നം ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. എല്ലാ ഫംഗ്ഷൻ്റെയും കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്രാം ഞാൻ സൈഡിൽ കൊടുക്കുന്നതാണ്, അത് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ വരയ്ക്കുന്ന സമയത്തുള്ള കുറച്ച് അപാകതകൾ ഉണ്ടാവും. സോ അതൊന്ന് ക്ലിയർ ആക്കി നോക്കാം, കമ്പയർ ചെയ്ത് മനസ്സിലാക്കി എടുക്കാം കേട്ടോ. ആൻഡ് നിങ്ങളെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വരുന്ന അടുത്തൊരു ഗ്രാഫ് അഥവാ ഫംഗ്ഷൻ ആണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് കുറേ സ്ഥലങ്ങളിൽ ഇത് ആവശ്യമുണ്ടാകും. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പം സെയിം f(r to r)ലേക്ക് തന്നെയാണ്. ആൻഡ് ഈ f(x)നെ ഞാൻ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനെ ഒരു ബോക്സിനുള്ളിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. അപ്പോൾ ഈ ബോക്സിനുള്ളിൽ x കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ, ആൻഡ് എന്താണ് ഇൻറ്റീജേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. 0 1 2 3 അങ്ങനെ പോകുന്നു, ആൻഡ് -1 -2 -3 പറഞ്ഞ് ലെഫ്റ്റിലേക്കും പോകുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന, എൻഡ്ലെസ് ആയിട്ട് പോകുന്ന നമ്പേഴ്സ് ആണ് എന്ത്? എൻ്റെ ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്നാണ് എൻ്റെ ഫംഗ്ഷൻ്റെ പേര്. ഞാൻ ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം f(1) എടുത്തു കഴിഞ്ഞാൽ അത് 1 ആണ്, ആൻഡ് f(2) എടുത്തു കഴിഞ്ഞാൽ അത് 2 ആണ്. ഓക്കെ, ഇൻറ്റീജേഴ്സ് നമ്മൾ ഏതെടുത്തു കഴിഞ്ഞാലും അത് ഇൻറ്റീജർ വാല്യൂ തന്നെയാണ് എടുക്കുന്നത്. ആൻഡ് അതല്ലാതെ നമ്മൾ ഫംഗ്ഷൻ R to R-ലേക്കാണ് പോകുന്നത്. അതിനിടയിൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഞാൻ 1.5 എടുത്തു, 1.5 എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എങ്ങോട്ട് മാപ്പ് ചെയ്യും? അവിടെയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന വാല്യൂവിൻ്റെ
കാൾ ചെറുതും എന്നാൽ അതിൽ ഏറ്റവും വലുതുമായിട്ട് വരുന്ന ഇൻറ്റീജർ. ഓക്കെ, 1.5 എന്ന് പറയുന്ന സംഖ്യനേക്കാളും ചെറുതായിട്ട് വരുന്ന ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്? 1 ആൻഡ് 0, -1, -2, അങ്ങനെ -3, ഇങ്ങനെ എൻലെസ് ആയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് 1.5നേക്കാളും ചെറിയ ഇൻറ്റീജേഴ്സ് കണ്ടുപിടിക്കാം. ആൻഡ് അതിൽ ഗ്രേറ്റർ ആയിട്ട് വരുന്നത് ഏതാണ്? 1 ആണല്ലേ. ആൻഡ് അതിൽ ഗ്രേറ്റർ ആയിട്ട് വരുന്ന ഇൻറ്റീജർ 1 ആണ്. ഓക്കെ, അപ്പം ഇത് വേറൊരു തരത്തിൽ എനിക്ക് എങ്ങനെ പറയാം? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ ഈക്വൽ ടു 1 ആയിരിക്കും എപ്പോൾ? 1നേക്കാൾ വലുതും എന്നാൽ 2നേക്കാൾ ചെറുതുമായിരിക്കണം. 2 ആയി കഴിഞ്ഞാൽ എന്തായത്? ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഇന്റർവെൽ ആയിട്ട് എഴുതുന്നത് നമ്മൾ സെറ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. ഇവിടെ എക്സിന്റെ വാല്യൂ 2ൽ ഉൾപ്പെടുന്നില്ല, 2 എക്സിന് ഉൾപ്പെടുന്നില്ല. അപ്പോൾ 2 എത്തിക്കഴിഞ്ഞാൽ അത് ഇൻറ്റീജർ വാല്യൂ ആയി. ആൻഡ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ 1.9 വരുന്നുണ്ട്. 1.9 എടുത്തു കഴിഞ്ഞാലും 1.9ലേക്ക് താഴേക്ക് പോകുന്ന സമയത്ത് ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്? 1 ആൻഡ് 0, -1, -2, അങ്ങനെ തന്നെയാണ് ഇൻറ്റീജേഴ്സ് പോകുന്നത്. ഇതിലെ ഗ്രേറ്റർ ഇൻറ്റീജർ ഏതാണ്? 1 തന്നെയാണ്. സോ 1നും 1ന് മുകളിൽ 2 വരെയും വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ വാല്യൂ എത്രയാണ് വരിക? 1 ആണ് വരിക. ഓക്കെ, ആൻഡ് അതേപോലെ നമുക്ക് വേറെ എന്ത് പറയാം? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ 2 ആയിരിക്കും എപ്പോൾ? 2 ഗ്രേറ്റർ ദാൻ എക്സ് ലെസ് ദാൻ 3. ഓക്കെ, ആൻഡ് ഇത് 3 ആയിരിക്കും എപ്പോൾ? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4. 3.9ന്റെ തൊട്ട് താഴെ വരുന്ന ഇൻറ്റീജർ അതാണ് ഏറ്റവും വലിയതും എന്നാൽ ആ വാല്യൂവിനേക്കാളും ചെറുതുമായിട്ടുള്ള ഇൻറ്റീജർ. 3.9നേക്കാട്ടും ചെറുതും എന്നാൽ അതിൽ ഏറ്റവും വലുത് വരുന്നത് 3 തന്നെയാണ് അല്ലേ. സോ അങ്ങനെ വരും. അപ്പോൾ ഇത് എന്താണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്നുള്ളത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്ക് ഗ്രാഫ് വരയ്ക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം നോക്കിക്കേ എങ്ങനെയാണ് ഗ്രാഫ് വരുന്നത് നോക്കാം നമുക്ക്. ആൻഡ് ഇതിൻ്റെ ഒക്കെ ക്ലിയർ ആയിട്ടുള്ള വാല്യൂഡ് ആയിട്ടുള്ള ഗ്രാഫ് നിങ്ങൾക്ക് സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. അത് വെച്ചിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ആൻഡ് നോക്കിക്കോ, ഞാൻ എക്സ് ആക്സിസിൽ എൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും ആണ്. എക്സ് ആണിത് ആൻഡ് വൈ ആണിത്. ഞാൻ പറഞ്ഞു ഇൻറ്റീജേഴ്സിൻ്റെ വാല്യൂസ് ഒക്കെ എപ്പോഴും ഇൻറ്റീജർ വാല്യൂസ് തന്നെയായിരിക്കും. ഇതാണ് എൻ്റെ 1, ഇതാണ് എൻ്റെ 2, ആൻഡ് ഇതാണ് -1, ഇത് -2, 1, 2, -1 ആൻഡ് -2. ഓക്കെ, അപ്പോൾ ഞാൻ 1ലെ വാല്യൂ 1 തന്നെയാണ് അല്ലേ. ആൻഡ് 2 എത്തുന്ന സമയത്താണെന്ത്? അതായത് 2ൻ്റെ തൊട്ടടുത്ത് എത്തുമ്പോഴാണ് അത് 1ൽ വരെ എത്തുന്നത്. 2.9999 ആവുന്ന സമയത്ത് അത് 1 തന്നെയാണ് അല്ലേ. ഇതാണ് ആ 1ൻ്റെ വാല്യൂ. ഈ ഒരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അത് 1ലേക്കാണ്. ഈ ഒരു സംഖ്യ എടുത്താലും അത് 1ലേക്കാണ്. അങ്ങനെ 2.99999 എടുത്തു കഴിഞ്ഞാലും അത് എന്തിലേക്ക് വരും? 1ലേക്ക് വരും. പക്ഷെ 2 എടുത്തു കഴിഞ്ഞാൽ അത് എവിടേക്ക് പോയി? 2ലേക്ക് പോയി. 2ൻ്റെ വാല്യൂ എവിടെ വരിക? ഇവിടെ ഹോളാണ്. ആൻഡ് 2ൻ്റെ വാല്യൂ 2ലേക്ക് പോകും. ഓക്കെ, 2ൻ്റെ വാല്യൂ 2ലേക്ക് പോകും. ആൻഡ് അത് എവിടെ വരെ പോകും? 3 വരെ പോകും. ഇതാണ് എൻ്റെ 3. 3ൻ്റെ വാല്യൂ 3 തൊട്ട് അടുത്ത നമ്പർ 4 വരെ പോകും. ഓക്കെ, അതേപോലെ എനിക്ക് ഇവിടെയും വരയ്ക്കാം. ഇങ്ങനെ ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 0ൻ്റെ വാല്യൂ 0 തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ പോകും. ഇങ്ങനെ വരുന്ന ഗ്രാഫാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ എടുത്തു. ഐഡന്റിറ്റി ഫംഗ്ഷൻ f of x equal to x ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ വരുന്നത് f of x equal to c ആണ്. ആൻഡ് പോളിനോമിയൽ ഫംഗ്ഷൻസ് വരുന്നത് a0 plus a1 x plus a2 x square plus etc up to an xn വരുന്ന ഫംഗ്ഷൻസ് ആണ്. അതിൽ നമ്മൾ x2ന്റെ x3ന്റെ ഫംഗ്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് പിന്നെ റാഷണൽ ഫംഗ്ഷൻസ് ആണ് വരുന്നത്. അത് f of x by g of x ഫോർമാറ്റിൽ വരുന്നത്. അതിൽ നമ്മൾ 1/x എന്നുള്ള ഒരു ഗ്രാഫാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് മോഡുലസ് ഫംഗ്ഷൻ ആണ്. അഥവാ x വരും എപ്പോൾ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത്. ആൻഡ് -x വരും എപ്പം x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 0 ആവുന്ന സമയത്ത്. ഓക്കെ, ആൻഡ് സിഗ്ന ഫംഗ്ഷൻ വരുന്നത് x ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് 1ഉം x ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് -1ഉം. എന്നാൽ 0 ആവുന്ന സമയത്ത് മാത്രം അത് 0 ആവുന്നു. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫംഗ്ഷൻസ് എന്താണെന്നും ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് നമ്മളെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണത് ഓൾജിബ്ര ഓഫ് ഫംഗ്ഷൻസ്. അത് വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. അതോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഓൾജിബ്രയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൾജിബ്ര ഓഫ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, നമ്മൾ സാധാരണ അഡീഷൻ ആയിക്കോട്ടെ, സം ആയിക്കോട്ടെ, അഡീഷൻ ആയിക്കോട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഡിവിഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം വരുന്നതാണ് നമ്മുടെ ഓൾജിബ്ര.
ഓക്കെ, അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഞാൻ രണ്ട് ഫംഗ്ഷൻസ് എടുക്കുകയാണ്, എഫ് ഫ്രം എക്സ് ടു ആർ ആൻഡ് ജി ഫ്രം എക്സ് ടു ആർ. ഈ ആർ എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. ആൻഡ് എക്സ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ആർ ആണ്. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആവാം, ഇൻറ്റീജേഴ്സ് ആവാം, ഏത് വേണമെങ്കിലും ആവാം. എക്സ് എന്ന് പറയുന്ന ഏതോ ഒരു റിയൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ തന്നെയാണ്, അതൊരു സബ്സെറ്റ് ആണ്. ആൻഡ് അതാണ് എൻ്റെ ഡൊമൈൻ. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് ആർ ഇറ്റ് സെൽഫ് ആണ്, അതായത് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പം എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് എൻ്റെ അഡീഷൻ. അതിനെ നമുക്ക് എങ്ങനെ പറയാം? സിമ്പിളാണ്, ഒന്നുമില്ല, സാധാ പോലെ തന്നെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ അഡീഷൻ ചെയ്യാം. രണ്ട് ഫംഗ്ഷൻസ് സാധാ ചെയ്യുന്ന പോലെ ചെയ്യാം. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, വേർ എക്സ് എവിടെ നിന്നാണ്? ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് ആണ്. ഈ എക്സ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ആർ ആണ്. ഓക്കെ, ഓർത്ത് വെക്കാം. അടുത്തത് എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് സിമ്പിൾ, അഡീഷൻ ചെയ്ത പോലെ തന്നെ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്, ഇതാണ്. വേർ എക്സ് എന്താണ്? ബിലോങ്സ് ടു എക്സ് ആണ്. ആൻഡ് എഫ് ജി ഓഫ് എക്സ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എഫ് ജി ഓഫ് എക്സ് എന്താണ്? ഒന്നുമില്ല, എഫ് ഓഫ് എക്സ് കാണാം ആൻഡ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, ഇതാണ് എഫ് ജി ഓഫ് എക്സ് വരുന്നത്. അവിടെയും എക്സ് ബിലോങ്സ് ടു എക്സ് ആണ്. അത് ഞാൻ വീണ്ടും പറയുന്നില്ല, നമ്മൾ എക്സ് എപ്പോഴും എടുക്കുന്നത് സബ്സെറ്റ് ഓഫ് ആറിൽ നിന്നാണ്. ആൻഡ് അടുത്തത് എഫ് ബൈ ജി ഓഫ് എക്സ്, അഥവാ എഫിനെ നമ്മൾ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എഫ് ഓഫ് എക്സിനെ നമ്മൾ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ ഏതാണോ അത് ഒരിക്കലും എന്താവരുത്? സീറോ ആവാൻ പാടില്ല. അവിടെ ഒരു കണ്ടീഷൻ റെപ്രസെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു എക്സാമ്പിൾ ചെയ്തതോടുകൂടി നമുക്കിത് അവസാനിപ്പിക്കാം. ആൻഡ് ആ എക്സാമ്പിൾ നോക്കിക്കേ. എക്സാമ്പിൾ ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുത്തു ആൻഡ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് 2x + 1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്താണ് വരിക? നോക്കിക്കേ, നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. ആൻഡ് വിച്ച് വിൽ ബി എക്സ് സ്ക്വയർ പ്ലസ് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ് ആൻഡ് ജി ഓഫ് എക്സ് 2x + 1 ആണ്. സിമ്പിൾ. ആൻഡ് എഫ് മൈനസ് ജി ഓഫ് എക്സോ? എഫ് ഓഫ് എക്സിൽ നിന്ന് ജി ഓഫ് എക്സ് കുറയ്ക്കാം അല്ലേ? എഫ് ഓഫ് എക്സിൽ നിന്ന് ജി ഓഫ് എക്സ് കുറയ്ക്കണം. എക്സ് സ്ക്വയറിൽ നിന്ന് 2x + 1 കുറയ്ക്കണം, അഥവാ എക്സ് സ്ക്വയർ മൈനസ് 2x - 1 എന്ന് വരും. ഓക്കെ, ആൻഡ് എഫ് ജി ഓഫ് എക്സോ? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. സിമ്പിൾ ആണ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു 2x + 1. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കേ. എക്സ് സ്ക്വയറിന് ആദ്യം ഇൻറ്റു 2x, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ 2x³ എന്ന് വരും. ആൻഡ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1, എക്സ് സ്ക്വയർ തന്നെ. അടുത്തത് എഫ് ബൈ ജി ഓഫ് എക്സ്, അഥവാ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ഇവിടെ ഒന്നും ഡൗട്ട് ഉണ്ടാവരുത്, സിമ്പിൾ ആണ്, സിമ്പിൾ ഓൾജിബ്ര ആണ്. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, നമ്മുടെ കണ്ടീഷൻ എന്തുണ്ടായിരുന്നു? ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അതവിടെ നിർബന്ധമായിട്ടും മെൻഷൻ ചെയ്തിരിക്കണം. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ബൈ 2x + 1. ആൻഡ് ഈ 2x + 1 എപ്പോഴാണ് 0 ആവുന്നത് എന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് ആ കണ്ടീഷൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതി. 2x + 1 എപ്പോഴാണ് 0 ആകുന്നത് നോക്കിക്കേ. എക്സ് ഈക്വൽ ടു -1/2 അല്ലേ? അതായത് 2x എന്ന് വരും, -1 എന്ന് വരും. 1നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറം കൊണ്ടുപോകുന്ന സമയത്ത് 2x = -1 ആൻഡ് x = ഈ മൾട്ടിപ്ലിക്കേഷൻ 2നെ അപ്പുറം കൊണ്ടുപോകുന്ന സമയത്ത് ഡിവൈഡ് ചെയ്തു, -1/2. ഓക്കെ, x = -1/2 ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കില്ല? ഈ ഒരു ഡിവിഷൻ നടക്കില്ല. x² 2x + 1 പോസിബിൾ അല്ല. സോ ഈ ഗ്രാഫ് x² 2x + 1, കോമ എന്തെഴുതാ? x നോട്ട് ഈക്വൽ ടു -1/2. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഓൾജിബ്ര വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഏതൊരു ഫംഗ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കിട്ടിക്കഴിഞ്ഞാൽ ഇത് 4 നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവില്ല. സിമ്പിളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫംഗ്ഷൻ, എന്താണ് ഫംഗ്ഷൻസ് എന്നും ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളതും, അതേപോലെ ഫംഗ്ഷൻസിൻ്റെ ഓൾജിബ്രയാണ് നമ്മളിന്ന് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് ഫ്രണ്ട്സിനൊക്കെ എന്തായാലും അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻസ് ത്രൂ അല്ലെങ്കിൽ മെയിൽ വഴി നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. ആൻഡ് വൺസ് അഗൈൻ ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.